ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് പ്രാവിൻകൂടി ഷാപ്പ്. ചെമ്പൻ വിനോദ്, ബേസിൽ ജോസഫ്, സൗബിൻ ഷാക്കിറൊക്കെ എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കള്ള് ഷാപ്പിൽ മരണം നടക്കുന്നു. ആ മരണം അന്വേഷിക്കാൻ വേണ്ടി ബേസിൽ ജോസഫിൻ്റെ സന്തോഷം എന്ന് പറയുന്ന പോലീസുകാരൻ എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ ഒരു സിനിമയിലൂടെ പറയാൻ വേണ്ടി നവാഗതനായിട്ടുള്ള സംവിധായകൻ നമ്മളോട് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ടെക്നിക്കൽ സൈഡാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതുപോലെ വിഷ്ണു വിജയൻ്റെ മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയാണ്. ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് സ്ക്രീൻ പ്ലേ പാളിപ്പോയതായിട്ടാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നത്. അത്രയ്ക്ക് എൻഗേജിങ് ആവുന്നില്ല. ക്ലൈമാക്സ് എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ, ഭയങ്കരമായിട്ടുള്ള ലാഗ് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബേസിൽ ജോസഫിൻ്റെ ആ ഒരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് വെർപ്പിക്കലായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വൈസ് ഇതൊരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു മൂവി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. കോമഡി രീതിയിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പല സമയത്തും ആ ഒരു കോമഡി ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്.